ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാണി സെമി കിച്ചൺ. നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന വാഴക്കൂമ്പ് തോരൻ പല രീതിയിൽ ഉണ്ടാക്കാമെങ്കിലും ഏറ്റവും ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത്. 2 സവാള, വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് തേങ്ങ, കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ളത്, ആവശ്യത്തിനുള്ള ഓയിലുമാണ് വേണ്ടത്. നമുക്ക് ആദ്യം വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാം. പിന്നീട് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാം. ഇതിലിങ്ങനെ കറ ഉണ്ടാവും അരിഞ്ഞെടുക്കുമ്പോൾ. അത് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് നമ്മൾ 2 കൈ കൊണ്ടും ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്ന് പൊക്കോളും. വാഴക്കൂമ്പ് അരിഞ്ഞ് കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കറ കളഞ്ഞെടുത്തില്ലെങ്കിൽ അതിന് ശരിയായ ടേസ്റ്റ് ഉണ്ടാവില്ല, കയ്പ്പ് രസം ഉണ്ടാവും. ഇതിലേക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. വാഴക്കൂമ്പ് തോരൻ പല രീതിയിൽ വെക്കാൻ പറ്റും. ഈ രീതിയിൽ വെച്ചാൽ കയ്പ്പുണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാം മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വേവിക്കാം. ഇത് വേവുമ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. സാധാരണ ഒരു 10 മിനിറ്റോളം ആകുമ്പോഴത്തേക്ക് തന്നെ വേവുന്നതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് കൂടി വേവിക്കാം. ഇതിൽ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചേക്കുവാണെങ്കിലും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം കൂടി വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂമ്പിൻ്റെ കൂടെ ചെറുപയർ ചേർത്ത് തോരൻ വയ്ക്കാറുണ്ട്.
ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലോട്ടാക്കി ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് വറുക്കാനായി ഇടുന്നതിൻ്റെ കൂടെ ഞാൻ അല്പം ഉഴുന്നുപരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണ്ടത് ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് കടുക് വറുക്കുന്ന ചേർത്ത് കൊടുക്കാം. അങ്ങനെ പോഷകങ്ങളുടെ കലവറയായ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.